എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോകണം. എങ്ങനെ പോകും? എവിടെ താമസിക്കും? ഏതാണ് റീസണബിൾ ആയിട്ടുള്ള സ്ഥലം? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മളുടെ മനസ്സിൽ വരും. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം നേരെ പോയി ഓൺലൈനിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനും ഏതിനും പരിഹാരം അവിടെ ഉണ്ടല്ലോ. നമ്മൾ ഓൺലൈനിൽ കാണുന്ന ട്രാവൽ ഇൻഡസ്ട്രി, ആ വിലകളൊക്കെ എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹോട്ടലുകൾ, എയർലൈനുകൾ, ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ എന്നിവയ്ക്ക് അവരുടെ പ്രൈസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പനിയെ പരിചയപ്പെടാം. ട്രാവൽ ടെക്നോളജീസ് ലിമിറ്റഡ് ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിനായുള്ള AI പവേർഡ് SaaS, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് സൊല്യൂഷനുകളുടെ ഒരു ആഗോള ദാതാവായ കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ എത്രമായിരിക്കുമെന്ന് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് ഡിസ്കവറി. ട്രാവൽ ടെക് കമ്പനിയാണ് RateGain ട്രാവൽ ടെക്നോളജീസ് ലിമിറ്റഡ്. ഇനി ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ നമുക്കിത് പരിശോധിക്കാം. ഡാറ്റ അനലിറ്റിക്സ്, റേറ്റ് ഇന്റലിജൻസ്, ഒപ്റ്റിമൈസ് റവന്യൂ, സ്ട്രീംലൈൻ ഓപ്പറേഷൻസ് എന്നിവയിലൂടെ ബിസിനസ്സുകളുടെ വരുമാനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കസ്റ്റമർ എക്സ്പീരിയൻസസ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സമഗ്രമായ ഒരു ഗെയിം ചേഞ്ചറാണ് ഈ കമ്പനി എന്ന് തന്നെ പറയാം. കോവിഡ് പാൻഡമിക്കിന് ശേഷം ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി വലിയ രീതിയിലുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ്, ഇക്കണോമിക് റിക്കവറി, ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിന് കാരണം. ഇതിന്റെ ഒക്കെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്ന കമ്പനി എന്ന നിലയിൽ RateGainന്റെ സ്ഥാനം വളരെ നിർണായകമാണ്. 2024 അന്താരാഷ്ട്ര ടൂറിസം വരുമാനം $1.6 ട്രില്യൺ എത്തി. അതായത് ട്രാവൽ ഇൻഡസ്ട്രി പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. 2023 അപേക്ഷിച്ച് ഏകദേശം 3% വർധനവും 2019 അപേക്ഷിച്ച് 4% വർധനയുമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. 2029 ആകുമ്പോഴേക്കും മേഖല വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ പൊട്ടൻഷ്യൽ ഇത്രമാത്രം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് ദേ ഇങ്ങോട്ട് നോക്കിയേ. മാരിയറ്റ്, ഹിൽട്ടൺ, റാഡിസൺ എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് ക്ലയന്റുകളുമായും Booking.com, എക്സ്പീഡിയ പോലുള്ള മുൻനിര ഓൺലൈൻ ട്രാവൽ ഏജൻസികളുമായും RateGain പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വെറുമൊരു ടെക് കമ്പനി അല്ലേ? അല്ല. പ്രൈസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റ് എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്നതിന് ഇത് AI, ബിഗ് ഡാറ്റ എന്നിവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യാത്രാ വ്യവസായത്തിൽ നിർണായകമായി മാറുകയാണ് RateGain ട്രാവൽ ടെക്നോളജീസ് ലിമിറ്റഡ്. ഇനി RateGain എന്ന കമ്പനിയിൽ ഞങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്നതിനുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യത്തേത്, ദേ ആർ ദ ലീഡിംഗ് പ്ലെയർ ഇൻ ഗ്രോയിങ് മാർക്കറ്റ്. മേഖലയിലെ തുടർച്ചയായ മുന്നേറ്റത്തിന്റെ പിന്തുണയിൽ വളരുന്ന കമ്പനികളുടെ പ്രധാന പ്ലെയറാണ് RateGain. അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ വിപണി സ്ഥാനം എത്രമാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അടുത്തത്, കമ്പനിയുടെ ടെക്നോളജി അത്യാധുനികവും ഉയർന്ന ഡിമാൻഡ് ഉള്ളതുമാണ്. ഹൈലി കോമ്പറ്റീറ്റീവായ സെക്ടറിൽ മികച്ച സേവനങ്ങൾ നൽകുന്നു എന്ന് കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട്. കമ്പനി നൂതനമായ AI അധിഷ്ഠിത സൊല്യൂഷൻസ് ആരംഭിക്കുകയും വിപണി സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി ടെക്നോളജി ഫേംസിനെ ഏറ്റെടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ യാത്രാ വ്യവസായം കുതിച്ചുയരുന്നതോടെ ഡൊമസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസും വളരുകയാണ്. അതിന്റെയൊക്കെ ബെനിഫിഷ്യറി ആകുന്ന കമ്പനി കൂടിയാണ് RateGain ടെക്നോളജീസ് ലിമിറ്റഡ്. മൂന്നാമത്തെ പോയിന്റ്, ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ശക്തമായ ഒരു ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന കമ്പനിയാണ് RateGain എന്നുള്ളതാണ്. കമ്പനി ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ 2025 മൂന്നാം പാദത്തിൽ RateGain ട്രാവൽ ടെക്നോളജീസ് ലാഭക്ഷമതയിൽ ഗണ്യമായ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ലാഭം വർഷം തോറും 39.88% വർദ്ധിച്ച് 56.54 കോടിയിലെത്തി. അതേസമയം വരുമാനം 10.59% വർദ്ധിച്ച് 278.71 കോടിയിലും എത്തി. മുൻപാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ RateGainന്റെ ലാഭം 8.29% വർദ്ധിച്ചു. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് സ്ഥിരമായി മുന്നേറ്റം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇനി സ്റ്റോക്ക് പെർഫോമൻസിലേക്ക് വന്നാൽ 2021 ഡിസംബർ 17 കമ്പനി വിപണിയിലേക്ക് എത്തുന്നത്. അന്ന്
ഇഷ്യൂ പ്രൈസ് 425 രൂപയായിരുന്നു. കോവിഡ് പാൻഡമിക്കിന് ശേഷം കൃത്യസമയത്ത് വിപണിയിലെത്തിയ കമ്പനി 2024 ജൂലൈ 30-ന് 859 രൂപ എന്ന 52 ആഴ്ചയിലെ ഉയർന്ന നിലയും രേഖപ്പെടുത്തിയിരുന്നു. 2025 മാർച്ച് 17-ന് 431 രൂപ 75 പൈസ എന്നുള്ള ലോ ടച്ച് ചെയ്ത കമ്പനി വിപണി സമ്മർദ്ദങ്ങൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഓഹരി വില ഇടിഞ്ഞപ്പോഴും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്റ്റിമിസ്റ്റിക് വ്യൂ തന്നെയാണ് സ്റ്റോക്കിനെ ഇപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് റേറ്റ് ഗെയിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് മാനേജിംഗ് ഡയറക്ടറായ ഭാനു ചോപ്ര തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2027 സാമ്പത്തിക വർഷത്തോടെ വരുമാനം ഇരട്ടിയാക്കാനാണ് ഈ സ്റ്റാർട്ടപ്പ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗവും കണക്കിലെടുത്താണ് ട്രാവൽ ടെക് സാസ് സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത് എന്നാണ് മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ അന്താരാഷ്ട്ര വിപണിയിൽ കമ്പനിയുടെ സാധ്യതകളിൽ അവർ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതും മേഖലയിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തുടരുന്നതും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയിലേക്കുള്ള വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുകയാണ് എന്ന് തന്നെ പറയാം. നമ്മൾ നിരന്തരം പല ആവശ്യങ്ങൾക്കുമായി ഓൺലൈനിൽ സെർച്ച് ചെയ്യാറുണ്ട്. ഇനി എവിടേക്കെങ്കിലും ഒരു യാത്രയോ മറ്റോ പോകുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന ഓരോ ട്രാവൽ ഡീലുകൾക്കും പിന്നിൽ ഇങ്ങനെ ഒരു കമ്പനി കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് തീർച്ചയായും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ സഹായത്തോടെ മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്തുക. വീണ്ടും ഇത്തരം വളർച്ചാ സാധ്യതയുള്ള മറ്റൊരു കമ്പനിയുടെ വിശേഷങ്ങളുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.